കുട്ടനാട് രാമങ്കരി പഞ്ചായത്തിൽ സിപിഎമ്മിന് ഭരണം നഷ്ടമായി. കോൺഗ്രസ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസായി. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ 3 സിപിഎം അംഗങ്ങളുടെ പിന്തുണയോടെയാണ് കോൺഗ്രസ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദേവിക, അവിശ്വാസ പ്രമേയം പാസ്സായതോടുകൂടി തന്നെ 25 വർഷത്തെ ഭരണ തുടർച്ചയാണ് സിപിഎമ്മിന് രാമങ്കരി പഞ്ചായത്തിൽ നഷ്ടമായത്. വിമത നേതാവായ രാജേന്ദ്രകുമാറിനെ പുറത്താക്കാൻ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് ഇന്ന് രാവിലെയാണ് സിപിഎമ്മിനെ കൂട്ടുപിടിച്ച് ഇന്ന് രാവിലെയാണ് UDF അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. അതോടുകൂടിയാണ് ഈ പാർട്ടി കോട്ടയിൽ സിപിഎമ്മിന് രാമങ്കരി പഞ്ചായത്ത് ഭരണം നഷ്ടമായത്. എന്തായാലും ആകെ 13 അംഗങ്ങളുള്ള രാമങ്കരി പഞ്ചായത്തിൽ 4 UDF അംഗങ്ങൾക്കൊപ്പം 4 CPM അംഗങ്ങൾ കൂടി അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചു. അങ്ങനെ 8 പേരുടെ പിന്തുണയോടെയാണ് ഇന്ന് അവിശ്വാസ പ്രമേയം പാസ്സായത്. രാജേന്ദ്രകുമാർ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ്, അതായത് വിഭാഗീയത ശക്തമായ കുട്ടനാട്ടിൽ വിമത വിഭാഗത്തിന്റെ നേതാവെന്ന് മുദ്രകുത്തപ്പെട്ട രാജേന്ദ്രകുമാർ ആയിരുന്നു രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ്. രാജേന്ദ്രകുമാറിനെ പുറത്താക്കാൻ നടത്തിയ ശ്രമങ്ങൾ, അതായത് CPM നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇന്ന് രാമങ്കരിയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതും അത് പാസ്സായതും. എന്തായാലും പാർട്ടി കോട്ടയിൽ തന്നെ പാർട്ടിയുടെ സ്വാധീനം നഷ്ടമായിരിക്കുന്നു. രാമങ്കരി പഞ്ചായത്ത് ഭരണം CPMന് നഷ്ടമായിരിക്കുന്നു. ഇനിയിപ്പോൾ രാമങ്കരി CPM നേതാവായിരുന്ന രാജേന്ദ്രകുമാർ അടക്കമുള്ള 200ഓളം പേർ CPIയിലേക്ക് ഔദ്യോഗികമായി തന്നെ ചേരും. എന്തായാലും CPMുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു എന്നാണ് രാജേന്ദ്രകുമാർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. CPIയിലേക്ക് അദ്ദേഹത്തിനൊപ്പമുള്ള 200ഓളം പേരും CPIയിൽ ഔദ്യോഗികമായി തന്നെ ചേരും. എന്തായാലും ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കാൻ UDFന്റെ കൂട്ടുപിടിച്ചുള്ള CPM ഔദ്യോഗിക പക്ഷത്തിന്റെ ശ്രമങ്ങളെ CPIയും പാടെ എതിർത്തിരിക്കുകയാണ്. പരസ്യമായി തന്നെ വിമർശിച്ച് CPMനെ പരസ്യമായി വിമർശിച്ച് CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസും രംഗത്തെത്തിയിരിക്കുന്നു. ദേവിക, ഇതുതന്നെയാണ്. കുട്ടനാട് രാമങ്കരി പഞ്ചായത്തിൽ CPMന് ഭരണം നഷ്ടമായിരിക്കുകയാണ്. കോൺഗ്രസ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസ്സായിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ 3 CPM അംഗങ്ങളുടെ പിന്തുണയോടെയാണ് കോൺഗ്രസ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. വിവരങ്ങളുമായി തത്സമയം ചേരുകയായിരുന്നു നിഷ ദിലീപ്.